ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പച്ചരിയും ഉള്ളിയും കരിവേപ്പിലയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2.5 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പി ആട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒരേ ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ എന്താ 4 മണിക്കൂറിന് ശേഷം ഇതാ കൈകൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇത് അരച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തുന്നു കേട്ടോ. അതിക്ക് പകുതി അരിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്, പകുതി ഞാൻ അടുത്ത പ്രാവശ്യം കൂടി അരച്ചെടുക്കാനുള്ള ഇതിലാണ്. ഇതിലേക്ക് ഞാൻ ഒരു തവി ചോറും പിന്നെ ഒരു കുറച്ച് കരിവേപ്പിലും ഒരു 3-4 ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഈ ഒരു അരിക്കും ചോറിനും കുറച്ച് താഴെയായിട്ട് വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു മാവ് അധികം അങ്ങോട്ട് ലൂസായി പോകാൻ പറ്റില്ല. നല്ല ടൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതാ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ജാർക്ക് ബാക്കിയുള്ള അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തവി ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ 2-3 ഉള്ളി പിന്നെ ഇതാ കരിവേപ്പില കുറച്ച് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച മാതിരി അത്ര വെള്ളം ഇട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. തലേന്ന് രാത്രി കേട്ടോ ഈ ഒരു അരി ഞാൻ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്നൊക്കെ 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു സ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഞാൻ ഇതിൽ കണ്ടില്ലേ ഈ ഒരു പാകത്തിൽ തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാനിത് അരച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുഞ്ഞ് തവിയിൽ കുറച്ച് വെള്ളം ഇട്ട്, വെള്ളം ഒരുപാട് അങ്ങോട്ട് ആവരുത്, നല്ല ടൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടതാണ്. കണ്ടില്ലേ ഈ ഒരു പാകത്തിന്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഒന്നങ്ങോട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കണം കേട്ടോ. ഈ ഒരു ഇളക്കിലാണ് നമ്മളെ മാവ് പൊങ്ങലൊക്കെ. ചിലത് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടാലും പൊങ്ങൂലല്ലോ, നമ്മളെ ഇളക്കൽ പോരായിണ്ടായിട്ടാണ്. അങ്ങനെ അതാ പിറ്റേന്ന് രാവിലത്തെ ഒരു ചൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് മാവാണ് കേട്ടോ കാണുന്നത്. ഇങ്ങോട്ട് ഞാനിത് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എന്താ ഞാൻ ഈ ഒരു ചെറിയ ഉള്ളി 5-6 ഉള്ളി എടുത്തിട്ടുണ്ടാവും കേട്ടോ. ചെറുതാക്കിയിട്ട് അരിഞ്ഞതിന് ശേഷം ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കരിവേപ്പില ഉള്ളിയൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഈ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റ് ഇതാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് ആ ഒരു അപ്പത്തിൽ കറിവേപ്പില നമുക്ക് ഒരു ഇഷ്ടമാവും കേട്ടോ. കാരണം നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ എന്താ ഒരു മിനിറ്റ് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ഇനി നിങ്ങൾ ദോശക്കല്ലുണ്ടല്ലോ അതായാലും മതി കേട്ടോ. ഇങ്ങോട്ട് നല്ല ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി. എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇങ്ങനത്തെ പാത്രമൊക്കെ ആയാൽ, ദോശക്കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണ കുറച്ച് തേച്ച് കൊടുത്താൽ മതി. ഇങ്ങോട്ട് ഞാനിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കരിവേപ്പില, ഇത് ഓപ്ഷണൽ കേട്ടോ, കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് ഓൾസ് വന്നതിന് ശേഷം കേട്ടോ ഞാൻ അത് മൂടി വെച്ചാണ്. അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അപ്പം റെഡി ആയിന്. കണ്ടില്ലേ നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലത്തെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ തന്നെ അരിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അപ്പം കഴിക്കുന്ന സമയത്ത് ഈ ഒരു കരിവേപ്പില ഇങ്ങനെ കടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അറിയില്ല, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ല നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നമ്മൾ അപ്പം റെഡി ആയിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.
ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. ചിലവ് കുറഞ്ഞ സ്നാക്കുകളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.